എന്തായാലും പരിഹാരം കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല കേസും വഴക്കൊന്നും അല്ല. പരിഹാരം കണ്ട് എനിക്ക് വെള്ളം കുറയാൻ നോക്കിയാൽ അത് ശരിയാക്കി തരണം. അത്രയും കാര്യം. ഇവിടെ ഒരു കാർഡ് മെമ്മറി കാർഡ് ഇട്ടു പാട്ടിട്ടോണ്ടിരുന്നയാ. അന്നേരം അയാൾ പറയുക ഇതുപോലെ എൻ്റെ അടുത്ത് പറയുക നീ നിർത്തടാന്ന് കുറയ്ക്കാൻ. അപ്പൊ ഞാൻ നിർത്തുന്നില്ല. അന്നേരം കയറി വന്ന് വെള്ളം അടിച്ചിട്ട് വന്നിട്ട് പറയുക ഞാനാ പൊട്ടിച്ച. ഞാൻ പൊട്ടിക്കുമോ സ്വന്തം വീട്ടിൽ? പൊട്ടിക്കത്തില്ലല്ലേ. അങ്ങനെ അമ്മയൊക്കെ കൊല്ലത്ത് പെങ്ങളുടെ വീട്ടിൽ പോയിരുന്നയാ. ഞാൻ തന്നെ ഉള്ളായിരുന്നു. രവീന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ആളും അളിയനൂടെ ചേർന്ന് അനിക്കുട്ടൻ എന്ന് പറയുന്ന അവനൂടെ ചേർന്ന് നമ്മൾ എൻ്റെ കാലി അടിച്ചു പൊട്ടിക്ക് ഡിസ്ട്രിക്ട് ആശുപത്രി കൊല്ലത്തായിരുന്നു ഒരു മാസം. പിന്നെ കൊട്ടാരക്കര കടന്നയാ. അങ്ങനെ ഇതിന് നഷ്ടപരിഹാരം തരണം എന്നുള്ളതിന്റെ ഇതാ. അങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവര് എന്തുകൊണ്ടാണ് അടിച്ചത്? പടിയുണ്ട്. അല്ല ഞാൻ ഒന്നും ചെയ്തില്ല. അവര് ഗ്ലാസ്സൊക്കെ അടിച്ചു പൊട്ടിച്ചപ്പം ഇതുപോലെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചപ്പോഴേ അത് പറയാ ചെവി ഞാൻ കത്താൾ വെച്ച് വെട്ടി. ഞാൻ വെട്ടിയില്ല. ഗ്ലാസ് ഉണ്ടായ മോള് പിടിച്ചോണ്ട് പോകുന്നു. ദേവി എന്ന് പറയുന്നത് മോള് പിടിച്ചോണ്ട് പോകുന്നു. അന്നേരം പറയുക മുരാരി അണ്ണൻ ചെയ്തത് അമ്മക്ക് പാ ആശുപത്രി പാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടങ്ങ്. അനിയെന്ന് പറഞ്ഞ അനിക്കുട്ടൻ പുത്തം വീട് പൗത്തേശ്വരം മുടിപ്പാ. കാല് വയ്യാത്ത അടിച്ചതിന്റെ ആശുപത്രിയിൽ ഇപ്പൊ അസ്വസ്ഥ അങ്ങോട്ട് കാല് വയ്യാത്തതിന്റെ ഒത്തിരി പൈസയായതാ. അമ്മയെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോയതാ. അങ്ങനെ അതും കൂടാതെ ഇവിടെ അടിച്ചു പിടിച്ചത്. ഭയങ്കര നീരുണ്ട്. ഇതിന് ഒത്തിരി പൈസ ആയതാ. നടക്കാൻ പറ്റത്തില്ല. എന്താ നമ്മുടെ ഒരു ആവശ്യം എന്താ? നമുക്ക് ഇതിന് ശരിയാക്കി കിട്ടണം. അതിനുള്ള നഷ്ടപരിഹാരം കിട്ടണം. ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഈ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പം പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നപ്പം പോലീസുകാർ ഇവിടെ വന്ന് പരിശോധിച്ച് അപ്പുറം പോയിട്ട് വന്നപ്പോൾ മുരാജിയാണെന്ന് പറഞ്ഞു അടിച്ചു പൊട്ടിച്ചത്. പിന്നെ മുരാജി വന്നപ്പം അതിനെയും കൊണ്ട് ഞാൻ പിന്നെ ആ കൊല്ലത്ത് ആശുപത്രി പോയി. എൻ്റെ കാല് കണ്ട് മുറിക്കാൻ പോകണം. ഞാൻ അങ്ങനെ പോയി. പിന്നെ അങ്ങനെ വന്നാൽ ഒരു കേസും കൊടുത്തെന്നൊക്കെ ഒരു വിലവും ഇല്ല. അപ്പം ഞങ്ങളങ്ങനെ വന്നാൽ ഞങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങൾ വരുമ്പോഴപ്പെട്ട എനിക്കാണെങ്കിൽ 4 മക്കളായിരുന്നു. അത് 2 ചത്തുപോയി. സാവുന്നത് 2 ചത്തു. വയ്ക്കാത്ത 2 കിടപ്പുണ്ട്. 2 പേരെയും കൊണ്ടും പാടാ. പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഇതൊന്നും ഒരു നിവൃത്തിയില്ലാതെ കിടക്കുക. എനിക്കിനി ജോലി പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ഞാൻ കഴിക്കുന്നത്. അല്ലാതെ നിവൃത്തിയില്ല. വെള്ളം കോരാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ്. അവർ പോലീസുകാർ വെള്ളം കോരാൻ പറയാൻ കൊള്ളാമോ? അവരെന്നോട് വെള്ളം കോരാൻ പറഞ്ഞു വെച്ച് പോയി കയറ് വാങ്ങിച്ചിടണം എന്ന് പറഞ്ഞിട്ട് പോയത്. മുരാജി അടിച്ചു പൊട്ടിച്ചെന്ന് പറയുക. ഞാൻ വെള്ളം കോരുക. 1 കൊല്ലമായി ഞാൻ വെള്ളം കോരാൻ. ഒരു വശം വയ്യ. അപ്പം ഞാൻ കൂലിയും ചെയ്തു. വെള്ളം കോരാൻ വയ്യ. ആ കുടുംബത്തിന് ഇത്രയും ദൗരവം ചെയ്യാൻ കൊള്ളാമോ? ഞങ്ങൾ എന്തോ ചെയ്തതിന് വേണ്ടി ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ദോഷമാണ്. ഞാൻ ഗുണമേ ചെയ്തിട്ടുള്ള എല്ലാവരും എന്നെ കൊണ്ടുള്ള കാര്യങ്ങളായി. ഇതിലെല്ലാം എൻ്റെ കിണറാ. ആ കിണറ് പൊട്ടിച്ചിട്ട് 1 കൊല്ലമാകുക. അത്രയേ ഉള്ളൂ. വീട്ടിൽ അതിക്രമിച്ചു കയറി ദേഹോപദ്രവമേൽപ്പിച്ചതായി പരാതി. കൊല്ലം പുത്തൂർ പവിത്രേശ്വരത്തെ മുരാരി കുട്ടപ്പനാണ് മർദ്ദനമേൽക്കേണ്ടി വന്നത്. വീട്ടിൽ ഉച്ചത്തിൽ പാട്ടുവെച്ചതിന് അയൽവാസി അസഭ്യം പറയുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്തതായാണ് പരാതിയിൽ പറയുന്നത്. മർദ്ദനത്തിൽ കാലിന് പരിക്കേൽക്കുകയും വീട്ടിലെ കുടിവെള്ള പൈപ്പും മോട്ടോറും അടിച്ചു നശിപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പുത്തൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം.